ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഒരുപാട് നാളെ ഒരു ലോങ് വീഡിയോ ഇങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നമുക്ക് ടൈം കിട്ടാറില്ലേ. ചുഞ്ചുരു ബേബിയും കൂടി ഇവിടെ തന്നെ കേട്ടോ. ചുഞ്ചുരു ബേബി ഇത് അവിടെ കിടക്കുന്നുണ്ട്. അവിടെ ആൾ ഓരോന്നൊക്കെ ശബ്ദമൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പം നമുക്ക് ചുഞ്ചുരു ബേബിയും കൂടി ഉള്ള കാരണം കൊണ്ട് ഇങ്ങനെ വീഡിയോ എപ്പോഴും നമുക്ക് എടുത്ത് നമുക്കും കുറേ എന്താ പറയുക വീട്ടിലെ കാര്യങ്ങളും അത് ഇതൊക്കെ ആയിട്ട് ടൈം കിട്ടാറില്ല. പിന്നെ പുറത്തൊക്കെ പോകുമ്പോൾ നമ്മൾ വീഡിയോ ഷോർട്സ് ആയിട്ട് എടുത്തിട്ട് ഇടാറുള്ളത് യൂട്യൂബ് ചാനൽ. അപ്പോൾ 2-3 പേരൊക്കെ പറഞ്ഞായിരുന്നു അമ്പലത്തിലൊക്കെ പോയപ്പോൾ ലോങ് വീഡിയോ ഇട്ട് ചേച്ചി പിന്നെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമെന്നൊക്കെ ചോദിച്ചായിരുന്നു. നമുക്ക് വളരെ കുറച്ച് സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. പക്ഷേ എന്നാൽ പോലും അതിൽ ചിലവരൊക്കെ നമ്മളോട് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആഗ്രഹമുണ്ട് വീഡിയോ ഇടാനൊക്കെ. പക്ഷേ നമ്മൾക്കത് സാധിക്കാറില്ല. അപ്പം ഞാനിങ്ങനെ ഇരുന്നപ്പോൾ പിന്നെ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് ചാനൽ ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ അവിയേട്ടനാണ്. അവിയേട്ടന് കുറച്ച് നാൾ മുമ്പ് ഒരു യൂട്യൂബ് ചാനൽ, കുറച്ച് നാൾ മുമ്പല്ല, ഒമാനിലായിരുന്ന സമയത്ത് തുടങ്ങിയ യൂട്യൂബ് ചാനലാണ്. അതിലിപ്പോൾ അത്യാവശ്യം കുറച്ച് സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ട്. പക്ഷെ നമുക്കൊരു പേയ്മെൻറ്റോ അല്ലെങ്കിൽ അതിൽ നിന്നൊരു ഇൻകം ഒന്നും കിട്ടുന്നില്ല. കാരണം അതിന് ഇത്ര വാച്ചിങ് അവേഴ്സും ഇത്ര സബ്സ്ക്രൈബേഴ്സും ഒക്കെ വേണം. നമുക്ക് അതിനുള്ളതൊന്നും ആയിട്ടില്ല. അപ്പോൾ എന്താ പറയുക, നമ്മൾ പൈസ കിട്ടാൻ വേണ്ടിയിട്ടില്ല, നമ്മളിങ്ങനെ ജസ്റ്റ് ഒരു വീഡിയോ നമ്മളുടെ കാര്യങ്ങൾ മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യണം എന്നുള്ളൊരു ഇതുകൊണ്ടാണ് നമ്മൾ വീഡിയോ എടുത്ത് തുടങ്ങിയത്. പിന്നെ അതിൽ നിന്ന് ഇൻകം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം വീട്ടിലിരിക്കുന്ന ഹൗസ് വൈഫ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ എന്താ പറയുക, അവർക്കും മനസ്സിലുണ്ടാകും അയ്യോ എന്നെക്കൊണ്ടൊന്നും പറ്റുന്നില്ല. ഇപ്പോൾ കുട്ടികളുള്ള അമ്മമാരാണെങ്കിലും ശരി, അപ്പോൾ അവർ വിചാരിക്കും അയ്യോ എനിക്കൊരു കഴിവില്ല, ഇതാണെന്നൊക്കെ പറഞ്ഞ് ഒരിതുണ്ടാവും. പക്ഷേ നമ്മൾ വിചാരിച്ചത് നമുക്ക് പറ്റും. അപ്പോൾ എന്താ പറയുക, നമ്മൾ പരിശ്രമിക്കണം. നമ്മൾ വിചാരിക്കും ഇപ്പോൾ ഇന്നൊരു വീഡിയോ ഇട്ട് അല്ലെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇന്നിപ്പോൾ വീഡിയോ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നാളെ ഇടാം. അപ്പോൾ പക്ഷേ അത് നമ്മുടെ മടി അല്ലെങ്കിൽ നമുക്കതിന് പറ്റിയില്ല, അങ്ങനത്തെ ഒരു ഇതായിരിക്കും. നമ്മളിത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടണം. എന്നാലേ നമുക്കതിൽ നിന്നൊരു ഇൻകം കിട്ടുള്ളൂ. അല്ലെങ്കിൽ മറ്റുള്ളവരത് കണ്ട് ഈ ചാനൽ കൊള്ളാം, അപ്പോൾ അത് സബ്സ്ക്രൈബ് ചെയ്യും. അങ്ങനെയാണ് ഓരോരുത്തർ ചെയ്യണം. അപ്പോൾ എൻ്റെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ്. ചേട്ടനാണ് പറയുക എടി നീ വീഡിയോ എടുക്ക്, നീ വെറുതെ ഇരിക്കാല്ലേ, വീട്ടിലിരിക്കാല്ലേ, കൊച്ചിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിടുക അങ്ങനെയൊക്കെ പറയും. അപ്പോൾ ചേട്ടനാണ് എന്നെ കൂടുതൽ ഇതിലേക്ക് എന്നെ എൻകറേജ് ചെയ്തിട്ട് ഇങ്ങനെ വീഡിയോസ് ഇടാൻ പറയും. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ ഒക്കെ ഇട്ട് തുടങ്ങിയപ്പോൾ എനിക്ക് അത്യാവശ്യം വ്യൂസ് കിട്ടുന്നുണ്ട്. ഒരു 1K ഒക്കെ അടുത്ത് വ്യൂസ്, അത്രയേ ഉള്ളൂ കേട്ടോ. അതൊന്നും ഒരു വ്യൂവേ അല്ല. 1K എന്ന് പറയുന്നതൊക്കെ വെറും നിസ്സാരം. ആളുകൾക്ക് 1 മില്യൺ, അതേപോലെ തന്നെ കുറേ കിട്ടുന്നുണ്ട്. അതൊക്കെയാണ് എന്താ പറയുക ശരിക്കും ഒരു വ്യൂ, അല്ലെങ്കിൽ നമുക്ക് അതിൽ നിന്നൊരു ഇൻകം കിട്ടണം അങ്ങനത്തെ ഒക്കെ ഉള്ളവരെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയൊക്കെ വ്യൂ. പക്ഷെ ഇപ്പോൾ ഒരു 1K അല്ലെങ്കിൽ ഒരു 500 വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ പോലും നമുക്കത് ഹാപ്പിയാണ്. നമ്മളിപ്പോൾ ഒരു വീഡിയോ ഇട്ട് അതിലൊരു 10 പേര് കണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ എൻ്റെ വീഡിയോ ആരും കാണുന്നില്ല, അയ്യോ ഞാനിനി ഇടുന്നില്ല അങ്ങനെ വിചാരിച്ചിട്ട് കാര്യമില്ല. ആദ്യമൊക്കെ എനിക്ക് അങ്ങനെയായിരുന്നു. എനിക്ക് ഒട്ടും 10 വ്യൂസൊക്കെ ഉള്ളൊരു വീഡിയോ ഒക്കെ ഉണ്ട് എനിക്ക്. അപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ട, ഇപ്പോൾ ഇട്ട് തുടങ്ങിയപ്പോൾ ആളുകൾ കാണാൻ തുടങ്ങിയപ്പോൾ നമുക്ക് എൻ്റെ വീഡിയോ ആളുകൾ കാണുന്നുണ്ട്, അപ്പോൾ ഇനി ഇടാം, അപ്പോൾ ഇനി പയ്യെ കയറിക്കൊള്ളും. പിന്നെ പെട്ടെന്നൊന്നും നമുക്ക് റീച്ച് ആവാൻ പറ്റില്ല എന്നൊക്കെ അറിയാം. എന്നാലും എന്താ പറയുക, നമ്മൾ പരിശ്രമിക്കുക. അപ്പോൾ അപ്പോൾ എല്ലാവരും പറയും ലോങ് വീഡിയോ ഇട്ടാലാണ് കൂടുതൽ ആളുകൾ എപ്പോഴും കാണുക, അപ്പം ടൈം കൂടുതൽ, വാച്ചിങ് അവേഴ്സ് കൂടും അങ്ങനെയൊക്കെ. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് ഇടുക. അങ്ങനെയാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങണത് ചേട്ടൻ പറഞ്ഞിട്ട്. പിന്നെ എന്നെപ്പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ പേര് അനഘ എന്നാണ്. എൻ്റെ ശരിക്കും പേര് അനഘ അഭിജിത്ത് എന്നാണ് എൻ്റെ പേര്. അപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 4 വർഷമാണ്. പിന്നെ എനിക്കൊരു മോനുണ്ട്. നിങ്ങൾക്കറിയാം, ഷോർട്സിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മോൻ്റെ പേര് അദ്വിക് എന്നാണ്. വീട്ടിലിരിക്കുന്നത് ചുഞ്ചുരു ആണ്. ഇതാണ് എൻ്റെ മോൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഷോർട്സിലും അതിൽ കണ്ടിട്ടുണ്ടാവും. ഹായ് കൊടുത്തേ, ഹായ് എന്ന് പറ. ഹായ്. അപ്പം ഇന്ന് നല്ല മഴയാണ്. അപ്പം ഇന്ന് ഞങ്ങൾ രാവിലെ തന്നെ അമ്പലത്തിൽ പോയായിരുന്നു. അപ്പോൾ അവിടെ പോയി വന്ന് പിന്നെ അപ്പോൾ ബാങ്കിലൊക്കെ പോവാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഇന്ന് 4th സാറ്റർഡേ ആണെന്ന് അറിഞ്ഞത്. അപ്പോൾ ബാങ്ക് അവധി, അപ്പോൾ ഇന്ന് പോകാൻ പറ്റില്ല. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ കടയിലൊക്കെ പോകാനായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ നല്ല പെരുമഴയാണ്, പുറത്തേക്ക് ഇറങ്ങാനേ പറ്റില്ല. അപ്പോൾ നല്ല തണുപ്പ്. അപ്പോൾ ഞാൻ ചോദിച്ചത് ഇങ്ങനെ കിടക്കായിരുന്നു ഇവിടെ. അപ്പോഴാണ് വിചാരിച്ചത് എന്നാൽ പിന്നെ ഒരു വീഡിയോ ചെയ്യാം, വെറുതെ ഇരിക്കാമല്ലേ, വീഡിയോ ചെയ്യാമെന്ന് വെച്ചിരുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ചുഞ്ചുരു ബേബി കേട്ടോ. ഹായ് കൊടുത്തേ. അപ്പം ഞങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങളിപ്പോൾ എൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. ചേട്ടൻ പുറത്താണ്, ദുബായിലാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെയാണ് നിൽക്കുന്നത്. ചേട്ടൻ്റെ വീട്ടിലോട്ട് ഞങ്ങൾ ഇടയ്ക്ക് പോയിട്ട് വരും, അങ്ങനെയാണ്. പിന്നെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ, അമ്മ, ചേട്ടൻ, എനിക്കൊരു ചേട്ടനുണ്ട്, പിന്നെ അമ്മമ്മ, ഞങ്ങൾ ഇത്രയും പേരാണ്. അവിടെ ചേട്ടൻ്റെ വീട്ടിലാണെങ്കിൽ അച്ഛൻ, അമ്മ, അനിയൻ, അനിയൻ്റെ വൈഫ്, പിന്നെ ഒരു അച്ഛമ്മയുണ്ട്.
ഇത്രയും പേരാണ് ഉള്ളത്. പിന്നെ ഞാൻ എന്താ ചെയ്യുന്നത്, ഞാനൊന്നും ചെയ്യുന്നില്ല. ഞാൻ എൻ്റെ ഡിഗ്രി 3rd year പഠിക്കുമ്പോഴായിരുന്നു എൻ്റെ കല്യാണം. അതായത് ഡിഗ്രി കഴിഞ്ഞ് 2 എക്സാം കൂടി ബാക്കിയുണ്ടായിരുന്നു. അതായത് കൊറോണ ടൈമായിരുന്നു. അപ്പം ഞങ്ങൾക്ക് എക്സാമൊക്കെ ഇങ്ങനെ വൈകിയാണ് പല ഡേറ്റിലായിട്ടാണ്, കണ്ടിന്യൂസ് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കൊറോണ 2 എക്സാം കൂടി ബാക്കിയുണ്ടായിരുന്നു. ആ ഒരു ടൈമിലായിരുന്നു ഞങ്ങളുടെ മാരേജ് എന്ന് പറയുന്നത്. കൊറോണ ടൈം ആയിരുന്നതിന് അധികം എന്താ പറയുക, അത്യാവശ്യം ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും നമുക്ക് അങ്ങോട്ട് ഇപ്പോഴത്തെ കല്യാണം പോലെ ഒന്നും അടിച്ചു പൊളിക്കാൻ പറ്റില്ല. അത് കൊറോണ ടൈമിൽ കല്യാണം കഴിഞ്ഞവർക്ക് അറിയാം, കുറേ എന്താ പറയുക നമുക്ക് പരിമിതികൾ ഉണ്ടായിരുന്നു. അതായത് ഇത്ര പേര് പാടുള്ളൂ, കുറേ പേര് പാടില്ല, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈം ആയതുകൊണ്ട് എന്താ പറയുക, എൻ്റെ ഫ്രണ്ട്സിനും വരാൻ പറ്റില്ല, അധികം നമ്മൾ വിചാരിച്ച ആളുകൾക്ക് ഒന്നും എത്താൻ പറ്റില്ല. അപ്പോൾ ഒരു എന്താ പറയുക, അതിൻ്റെയൊക്കെ ഒരു ചെറിയ വിഷമമൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഹാപ്പിയാണ്. പിന്നെ എന്താ പറയുക, കല്യാണം കഴിഞ്ഞ് ഒരു 1 month ആയപ്പോഴത്തേക്കും പ്രഗ്നൻ്റ് ആയി. അങ്ങനെ ഞങ്ങളുടെ ചിഞ്ചുരു ബേബിനെ കിട്ടി. ഞങ്ങൾ ഹാപ്പിയാണ്. എന്തുകൊണ്ട് ഹാപ്പിയാണ് ഞങ്ങൾ. പിന്നെ അഭിയേട്ടൻ്റെ ജോലി എന്ന് വെച്ചാൽ ഒമാനിലായിരുന്നു. അഭിയേട്ടൻ ആദ്യം ഒമാനിലായിരുന്നു. അവിടെ ഒരു ഫർണിച്ചറിൻ്റെ ഷോറൂമിൽ അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതായിരുന്നു ആൾക്ക് ജോലി. അവിടുത്തെ സെയിൽസ് അക്കൗണ്ട്സ് ഒക്കെ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് കല്യാണത്തിനാണ് പിന്നെ ആൾ നാട്ടിലോട്ട് വന്നത്. പിന്നെ കല്യാണം കഴിഞ്ഞ് പിന്നെ തിരിച്ച് പോകാൻ പറ്റില്ല. അതായത് കല്യാണം വന്ന സമയത്തും കൊറോണ ആയിരുന്നു. പിന്നെ കല്യാണം കഴിഞ്ഞിട്ടും പോകാൻ പറ്റി, ഫ്ലൈറ്റൊന്നും ഉണ്ടായിരുന്നില്ല ആ ഒരു ടൈമിൽ. അങ്ങനെ പിന്നെ അവിടുത്തെ ജോലി വേണമെന്ന് വെച്ച് പിന്നെ കുറച്ച് നാൾ ഇവിടെ ഇങ്ങനെ നടന്നു. പിന്നെ എൻ്റെ അച്ഛന് ചക്കയുടെ ബിസിനസ്, അങ്ങനെ കുറച്ച് നാൾ ചക്കയുടെ ബിസിനസ്സൊക്കെ ചെയ്തു. പിന്നെ ഇവിടെ ഒരു അബാം എന്ന് പറഞ്ഞിട്ടൊരു റിസോർട്ട് ഉണ്ട്. അങ്ങനെ ആ റിസോർട്ടിൽ കുറച്ച് നാൾ അവിടുത്തെ എന്താ പറയുക, സ്റ്റോറും അതേപോലെ അക്കൗണ്ട്സൊക്കെ അങ്ങനെ നോക്കി. അവിടെ റിസോർട്ടാണ്, അത് നോക്കിയൊക്കെ കുറച്ച് നാൾ നടന്നു. പിന്നെ ഇങ്ങനെ അതിൻ്റെ ഇടയിൽ പുറത്തൊക്കെ പോകാൻ നോക്കിയെങ്കിലും പറ്റിയിരുന്നില്ല. പിന്നെ പുള്ളിക്കാരനെന്ന് വെച്ചാൽ ഞങ്ങളെ വിരിഞ്ഞിരിക്കാൻ ഭയങ്കര ഇതാണ്. ഞങ്ങൾക്കും അതേ വെണ്ണിലാണ് ഒട്ടും പറ്റില്ല. അപ്പോൾ ഫോണിലാന്നൊക്കെ വെച്ചിരുന്നതാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ പയ്യെ പുറത്തേക്ക് നോക്കി. അങ്ങനെ പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കും അവരുടെ ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് അങ്ങനെ ആരുടെയും കീഴിൽ, ആൾക്ക് ആളുടേതായ കുറേ കാര്യങ്ങളുണ്ട്. അത് തന്നെ എന്താ പറയുക, അതൊക്കെ കറക്റ്റായിട്ട് പോകണം. അതാണ് ആളുടെ ഇഷ്ടം. ആളെ എന്താ പറയുക, ഒരാളുടെ അണ്ടറിൽ നിന്നിട്ട് എവിടെ ആയാലും ഒരാളുടെ അണ്ടറിലല്ലാണ്ട് ജോലി ചെയ്യുന്ന സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്യും. പക്ഷെ ബിസിനസ്സൊന്നും ചെയ്യാനുള്ളൊരു നമ്മളത് രക്ഷപ്പെടുമെന്നൊന്നും അറിയാത്ത കാരണം ആൾക്കങ്ങനെ ഇഷ്ടമൊന്നുമല്ല. എന്ത് ജോലിക്ക് പോയാലും എനിക്ക് പേടിയാണ്. അയ്യോ അഭിയേട്ടനത് ഓക്കെ ആണോ, അല്ലെങ്കിൽ അത് പറ്റുമെന്നായിരുന്നു. പിന്നെ വിസിറ്റിങ്ങിന് പോയി. പിന്നെ അവിടെ ചെന്ന് എൻ്റെ ഒരു ഫ്രണ്ടൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പം അങ്ങനെ അവരൊക്കെ സഹായിച്ച് പിന്നെ ആൾ സ്വന്തമായിട്ട് കുറേ ഇൻ്റർവ്യൂവിനൊക്കെ പോയി. ഒരു സ്ഥലത്ത് ജോലി കിട്ടി. ഇപ്പം എന്തുകൊണ്ടും ഹാപ്പി, നല്ല ജോലിയാണ്. അവിടുത്തെ ഡോക്യുമെൻറ്റ് കൺട്രോളറായിട്ട് വർക്ക് ചെയ്യാണ്. ആദ്യം സ്റ്റോറിലെ അക്കൗണ്ട്സ് ഒക്കെ നോക്കാനായിരുന്നു. അതായത് സ്റ്റോറിലെ കണക്കും കാര്യങ്ങളൊക്കെ നോക്കാനായിരുന്നു. പിന്നെ അവിടെ നിന്ന് മുതലാളിക്ക് ഇഷ്ടപ്പെട്ടിട്ട് പുള്ളിക്കാരനെ ഓഫീസിലോട്ട് കയറ്റി. ഇപ്പോൾ അവിടുത്തെ ഡോക്യുമെൻറ്റ് കൺട്രോളറായിട്ട് വർക്ക് ചെയ്യാണ്. അതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ ഞാൻ പഠിച്ചിരിക്കുന്നത് BCom കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനാണ്. 1 മുതൽ 10 വരെ പഠിച്ചത് ഇവിടെ സെക്കോസോ കോൺവെൻറ്റ് സ്കൂളിലാണ്. പിന്നെ +1 +2 പഠിച്ചത് മാള സെൻറ്റ് ആൻ്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ട് വേറെ സ്കൂളിൽ പോയിരുന്നു. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 1 മുതൽ 10 വരെ അവിടെ പഠിച്ചു. പിന്നെ എനിക്ക് എൻ്റെ സ്കൂളിൽ കിട്ടിയതാണ്. പക്ഷേ എനിക്ക് എന്താ പറയുക, അവിടെ പോകാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. +1 +2 എനിക്ക് മാറ്റം ആർക്കായാലും ഇഷ്ടമുള്ള. അങ്ങനെ ഞാൻ സെൻറ്റ് ആൻ്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പോയി. അവിടെ എൻ്റെ ബ്രദർ ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ചേട്ടൻ അവിടെ പഠിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു, എൻ്റെ കൂടെ പഠിച്ച ഫ്രണ്ട്സൊക്കെ. പിന്നെ അങ്ങോട്ട് പോയി അവിടെയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് +1 +2 ഒക്കെ ജയിച്ച് അത് കഴിഞ്ഞ് പിന്നെ ഡിഗ്രിക്ക് ഇതേപോലെ തന്നെ അഡ്മിഷനൊക്കെ വെച്ച് എനിക്ക് എൻ്റെ ബ്രദർ പഠിച്ചിരുന്ന കോളേജിൽ തന്നെ കിട്ടി, കോട്ടക്കൽ കോളേജ്. അപ്പോൾ അവിടെ ചേരാൻ പോണതിൻ്റെ തലേ ദിവസമായപ്പോൾ അവിടെ ചേരാം എല്ലാം ഫിക്സ് ചെയ്തു. അവിടെ പോവാം, അപ്പോൾ ചേട്ടനോടെ പോവാന്നൊക്കെ പറഞ്ഞ് അവിടെ ഒക്കെ സെറ്റ് ചെയ്തു. ചേരാൻ പോണതിൻ്റെ തലേ ദിവസം അമ്മയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നേക്കാണ്. നമ്മുടെ കൊടുങ്ങല്ലൂർ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് എന്ന് പറഞ്ഞിട്ടൊരു കോളേജുണ്ട്. വളരെ ചുരുക്കം ഇപ്പം അവിടെ വിസിലടിക്കുന്നുണ്ട് കേട്ടോ, അതിൻ്റെ ശബ്ദമാണ് കേൾക്കണേ. അപ്പോൾ വളരെ കുറച്ച് പേർക്കൊക്കെ അറിയുള്ളൂ. IHRD കോളേജ് എന്നും പറയും, കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ്. അപ്പോൾ അവിടെ കിട്ടി. അപ്പോൾ അവിടെ നിന്ന് വിളിച്ചു, ചേരാൻ വായോ, സീറ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വിളിച്ചു. ഗവൺമെൻറ് കോളേജാണ്. ഇപ്പോഴാണ് അതൊന്ന് ഫേമസ് ആയി വരുന്നത് ആ കോളേജൊക്കെ. അതായത് പണ്ടേ ഉണ്ട്, പക്ഷെ എന്നാലും അങ്ങനെ ആരും അങ്ങനെ അറിഞ്ഞിരുന്നില്ല. അപ്പം അങ്ങനെ അവിടെ പോയി ചേർന്നു. 3 കൊല്ലം അടിച്ചു പൊളിച്ചു. 3 കൊല്ലം എന്ന് പറയാൻ പറ്റില്ല. ഞങ്ങൾ സെക്കൻഡ് ഇയർ പകുതി ആയപ്പോഴത്തേക്കും കൊറോണ സ്റ്റാർട്ട് ചെയ്തു. അപ്പം ക്ലാസ്സൊക്കെ ഓൺലൈനായി. അപ്പം അങ്ങനെ
ഓൺലൈൻ ക്ലാസ് ആയി. പിന്നെ ഫ്രണ്ട്സിനെ എന്താ പറയുക, നമുക്ക് പോകാനൊന്നും പറ്റില്ലല്ലോ, ഭയങ്കര കൊറോണ വൻ സീനായിരുന്നല്ലോ, എല്ലാവർക്കും അറിയാലോ. അപ്പോൾ അത് കാരണം കോളേജിൽ പോകാനൊന്നും പറ്റില്ല. അത് കാരണം ഞങ്ങളുടെ ട്രിപ്പൊക്കെ ക്യാൻസലായി. തേർഡ് ഇയർ ആയാലായിരുന്നു ട്രിപ്പൊക്കെ, അതൊന്നും ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. പിന്നെ പിന്നെ അങ്ങനെ ഡിഗ്രി കഴിഞ്ഞു. പിന്നെ ലാസ്റ്റ് ടൈമായപ്പം ക്ലാസ്സൊക്കെ തുടങ്ങി, കുറച്ചൊക്കെ ക്ലാസ്സൊക്കെ തുടങ്ങി. പിന്നെ ഓൺലൈൻ ക്ലാസ് ആയിരുന്നു മെയിനായിട്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് തേർഡ് ഇയർ ലാസ്റ്റ് ആയപ്പോഴാണ് മാരേജ് കഴിഞ്ഞത്. അങ്ങനെയാണ് എൻ്റെ സ്കൂൾ ലൈഫും കോളേജ് ലൈഫും എന്നൊക്കെ പറയുന്നത്. പിന്നെ എന്നെ പറ്റി പറയുന്നുണ്ടാ, പിന്നെ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഹോബി, പിന്നെ ഞാൻ ക്ലാസിക്കൽ ഡാൻസ് പഠിച്ചിട്ടുണ്ട്. ഒരു 3ാം ക്ലാസ് തുടങ്ങി 10ാം ക്ലാസ് കഴിയണ വരെ പഠിച്ചിട്ടുണ്ട്. പിന്നെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ എൻ്റെ അമ്മയ്ക്കായിരുന്നു ഭയങ്കര നിർബന്ധം, പഠിക്കണം. അങ്ങനെ 3ാം ക്ലാസ് തുടങ്ങി പഠിക്കുന്നതാണ്. അരങ്ങേറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അന്നേരത്ത് ഇപ്പം അങ്ങനെ ഡാൻസൊന്നും ടച്ചൊക്കെ വിട്ടു, കുറേ നാളായി. പിന്നെ എന്താ പറയുക, പിന്നെ ഡാൻസൊക്കെ ചെയ്യും. അതൊക്കെയാണ് എൻ്റെ മെയിൻ ഹോബി. ഇങ്ങനെ ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. കുറേ പറഞ്ഞു പോയി, സംസാരിച്ച് കുറേ ആയി. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല എന്താ ഇതിപ്പോൾ പറഞ്ഞു പോയപ്പോൾ ഇത്രയും പറഞ്ഞു, എനിക്ക് എന്താ പറയണ്ടേ അല്ലെങ്കിൽ എന്താ അതൊന്നും അറിയില്ല. പിന്നെ എനിക്ക് എന്താ പറയുക, യൂട്യൂബ് ചാനലിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കല്യാണി ചേച്ചിയാണ്, മൈ വേ ബൈ കല്യാണി ചേച്ചിയാണ്. കല്യാണി ചേച്ചിയായിട്ട് കോണ്ടാക്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. അത് എന്താ പറയുക, എങ്ങനോ ഒരു ദിവസം എനിക്ക് നമ്പറൊക്കെ കിട്ടി. അപ്പം അങ്ങനെ ഞാൻ മെസ്സേജൊക്കെ അയച്ചു ചേച്ചിയായിട്ട്. അപ്പോൾ ചേച്ചിയായിട്ട് കമ്പനിയാണ്, ചേച്ചിയാണ്. അതായത് എപ്പോഴും വിളിക്കുക സംസാരിക്കില്ലെങ്കിലും അത്യാവശ്യം നമ്മൾ വാട്സപ്പിൽ കൂടെ മെസ്സേജൊക്കെ അയക്കും. കാരണം ചേച്ചി അന്ന് യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയമായിരുന്നു. അതായത് മുമ്പേ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും റീച്ചൊന്നും ആയിട്ടുണ്ടായില്ല. പിന്നെ ഇച്ചിരിയൊക്കെ റീച്ചായി തുടങ്ങിയപ്പം അങ്ങനെ ഞാൻ ചേച്ചിയുടെ ലൈവും അങ്ങനെയൊക്കെ കണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഇപ്പോഴും അന്ന് തുടങ്ങി ഇന്ന് വരെ ഞാൻ ചേച്ചിയുടെ വീഡിയോ ഒക്കെ കാണും. ചേച്ചി നല്ല എന്താ പറയുക, ജെന്യുവനായിട്ടുള്ളൊരു ക്യാരക്ടറാണ് ചേച്ചിയുടെ, എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ കുറേ എന്താ പറയുക, യൂട്യൂബ് ചാനലൊക്കെ കാണും കുറേ പേരൊക്കെ ഉണ്ട്. കുറേ പേരുണ്ട് നമുക്കിങ്ങനെ വീഡിയോ ഇടാൻ പ്രചോദനം എന്നൊക്കെ പറയുന്ന പോലെ കുറേ പേരുണ്ട് കേട്ടോ. അവരൊക്കെ കുറേ പരിശ്രമിച്ചിട്ടാണ് ഇതൊക്കെ സക്സസ് ആയത്. അപ്പോൾ അതേപോലെ തന്നെ നമ്മളുടെ ചാനലിലും എപ്പോഴെങ്കിലും റീച്ച് ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്താ പറയുക, പറ്റാവുന്നിടത്തോളം ഷെയറൊക്കെ ചെയ്യുക. പിന്നെന്താ പറയുക, ലോങ് വീഡിയോ ഈ പറഞ്ഞ പോലെ എനിക്കങ്ങനെ പണി ചെയ്യണത്, ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കണതിനും കൂടി ഞാൻ രാവിലെ എനിക്ക് നല്ല മടിയാണ്, ഞാനൊരു മടിച്ചാണ്. അതായത് നമ്മൾ ഒന്നാമത്തെ ചേട്ടൻ വിളിച്ച് ഫോണൊക്കെ കട്ട് ചെയ്യുമ്പോൾ ഫോണൊക്കെ വെച്ച് കഴിയുമ്പോൾ അത്യാവശ്യം ലേറ്റോ, ഒരു 12:30 ചിലപ്പോൾ നേരത്തെ കിടക്കും. ഉറക്കം വരുമ്പോൾ ചേട്ടൻ്റെ അടുത്ത് പറയുമ്പോൾ ചേട്ടൻ കിടന്നോളം പറയും. അപ്പം എന്താ പറയുക, പക്ഷെ എന്നാലും എന്താ പറയുക, രാവിലെ എനിക്ക് നല്ല മടിയാണ്. അതിപ്പോൾ എനിക്ക് ശീലമായി കഴിഞ്ഞാൽ കുഴപ്പമില്ല. എന്നാലും 7 മണിയൊക്കെ ആകുമ്പോഴത്തേനും എനിക്ക് കേട്ടോ. 6 മണിക്കൊന്നും എനിക്ക് പറ്റില്ല. ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേനും എനിക്കും, ചിലപ്പോൾ 7:30, 8 മണി അങ്ങനെയൊക്കെ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലായാലും കൊണ്ട് അമ്മയാണ് പാചകം. അതായത് പാചകം മീൻസ് രാവിലത്തെ കാര്യങ്ങൾ അമ്മ സെറ്റാക്കും. ഇപ്പോൾ ചായക്ക് പലഹാരങ്ങൾ, ഇപ്പോൾ ഇഡലി ദോശ അതൊക്കെ അമ്മ സെറ്റാക്കും. പിന്നെ ഉച്ചക്കലത്തേക്കുള്ള ചോറും കറിയൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ സഹായിക്കും. പിന്നെ എൻ്റെ വീട്ടിലെപ്പോഴും പറയും, നിനക്ക് എപ്പോൾ നോക്കിയാലും അടിച്ച് വാരൽ, തുടയ്ക്കൽ, ക്ലീനിങ് മാത്രമേ ഉള്ളൂ, അടുക്കളയിൽ കയറുന്ന പണിയില്ല. പക്ഷെ എന്നാലും ഞാൻ അടുക്കളയിൽ കയറും കേട്ടോ. നമ്മൾ എത്ര ചെയ്താലും നമ്മുടെ അമ്മമാർ അറിയും അവരൊന്നും ചെയ്യില്ല അങ്ങനെ പറയുള്ളൂ. അത് മിക്ക അമ്മമാരുടെ പ്രശ്നം. നമ്മൾ എന്ത് ചെയ്താലും ചെയ്തില്ല, നമ്മൾ ഫോൺ തോണ്ടണേ, അവൾക്ക് 24 മണിക്കൂർ ഫോൺ താണ്ടായിരുന്നു അങ്ങനെ പറയുള്ളൂ. അതാണ് പ്രശ്നം. അങ്ങനെ അല്ല ചുഞ്ചുരു കുറേ നേരം എൻ്റെ വർത്താനം കേട്ടിട്ട് ഈ അമ്മ എന്തുട്ടി പറയണം. അല്ല എന്തിട്ട് പറയണമ്മ? ചുഞ്ചുരുവിനെ വെച്ച് ഞാൻ വീഡിയോസൊക്കെ എടുക്കാൻ നോക്കും, പക്ഷെ ചുഞ്ചുരു സമ്മതിക്കില്ല. അത് ഡാൻസൊക്കെ കളിക്കാൻ പറയുമ്പോൾ അത് കോമാളി ചിലപ്പോൾ ഒക്കെ നിന്ന് വരും. പിന്നെ അതിന് ചിലപ്പോൾ കോമാളിത്തരം കാണിക്കും. ഇപ്പം തന്നെ അത് എന്താ പറയുക, കുറച്ച് ദിവസം മഴ ആയിരുന്നു, ഡ്രസ്സുകളും ഒന്നും ഉണങ്ങണവും ഇല്ല, വെയിലും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ഇത് ഈ റൂമിൽ തന്നെ ഇങ്ങനെ ഞങ്ങളിരിക്കും. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഈ 30-ാം തീയതി നമ്മുടെ ചുഞ്ചുരു ബേബിനെ അംഗനവാടിയിലാക്കും അല്ലേ? ചുഞ്ചുരു പ്രീ സ്കൂളിലാക്കും അല്ലേ? മടിയാണ് ഗൈസിന് പോകാൻ. ഇതിനെ ചേർത്തി ഒരു മാസം മുമ്പ് കൊണ്ട് ചേർത്തതാണ്. പക്ഷെ ഭയങ്കര കരച്ചിൽ. പിന്നെ എനിക്കും പറ്റണില്ല. ഞാൻ എപ്പോൾ നോക്കിയാലും ഇതിനെ കണ്ട് എനിക്ക് എന്താ പറയുക, ഇതിനില്ലാണ്ട് പറ്റില്ല. ഒരു നേരം പോലും എനിക്കിതിനെ കാണാണ്ടിരിക്കാൻ പറ്റില്ല. എനിക്ക് അത്രയ്ക്ക് വിഷമം. ഇവിടെ നിന്ന് ചേട്ടൻ എനിക്കൊരു ബ്രദറുണ്ട്. അപ്പോൾ ചേട്ടൻ പറയും, അന്ന് കൊണ്ടാക്കിയപ്പോൾ നീ എന്തിനായി ചെറിയ അവനെ കൊണ്ടാക്കണേ, വിളിച്ചിട്ട് വാ, അത് പാവം കുറച്ച് കഴിഞ്ഞ് വിട്ടാൽ മതി. പക്ഷെ നമ്മളിപ്പോൾ വിട്ടില്ലെന്നുണ്ടെങ്കിൽ അവൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഭയങ്കര മടിയാവും പോകാനായിട്ട്. അതുകൊണ്ടാണ്. പിന്നെ 3 വയസ്സ് കഴിഞ്ഞു, 3 വയസ്സാവാൻ പോകുന്നു. അപ്പോൾ നമ്മൾ ഇപ്പം ആക്കിയാലാണ് ഇതിപ്പോൾ ഇനിയിപ്പോൾ അടുത്ത മാസം ജൂൺ ക്ലാസ്സൊക്കെ, ഇനി അടുത്ത ജൂൺ വരുമ്പോൾ അവനെ ആക്കണം, സ്കൂളിലാക്കണം, LKG-യിലാക്കണം. അപ്പോൾ ഇപ്പോഴേ പോയാലാണ് ചുഞ്ചുരു ബേബി കറക്റ്റായിട്ട് പോവുള്ളൂ. അതായത് വിഷമിക്കാണ്ട് പോവുള്ളൂ. അവന് മാറ്റി നിർത്തിയേ പറ്റൂ.
എന്നിട്ട് വേണം എനിക്ക് എന്തെങ്കിലും ജോലിക്ക് നോക്കാം. എനിക്കിപ്പോൾ ഇടയ്ക്കൊക്കെ ഓരോ ജോലിയുടെ ഓഫേഴ്സൊക്കെ വരുന്നുണ്ട്. പക്ഷെ എന്നാലും ചുഞ്ചുരു ബേബിനെ ആക്കാണ്ട് എനിക്ക് പറ്റില്ല. ഇപ്പോഴത്തെ ഓരോ ന്യൂസും കാര്യങ്ങളൊക്കെ കേൾക്കുന്നില്ലേ പിള്ളേരെ. അതായത് നമ്മുടെ വീട്ടിൽ സുരക്ഷിതരാണ് അവർ. നമ്മളിപ്പോൾ പോയാലും ഉള്ളിൽ ഒരു ചിന്തെടുക്കണമല്ല, അങ്ങനത്തെ ഒരു ചിന്ത. എനിക്കത് ഭയങ്കരമാണ്. കണ്ണാടി പോയി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല, അവിടെ കൊണ്ടാക്കുക. പിന്നെ ടീച്ചർ നമ്മൾ ചെല്ലാണ്ട് പുറത്തേക്കൊന്നും ഇറക്കില്ല. നമ്മൾ കൊണ്ടാക്കിയ ഡോർ ക്ലോസ് ചെയ്താൽ പിന്നെ നമ്മൾ ചെല്ലാണ്ട് ആ ഡോർ ഓപ്പൺ ആക്കില്ല. അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ വിട്ടതിൻ്റെ വേണം എനിക്കും പറഞ്ഞ പോലെ എന്തെങ്കിലും ഞാൻ PSC നോക്കാമെന്ന് വെച്ചു. പക്ഷെ അവിടെ ഉണ്ട്, അവിടെ തന്നെ. കേക്ക് വേണമെന്നാണ് പറയണത്. കേക്ക് ആളുടെ ഫേവറേറ്റ് ആണ്. അതായത് ചോക്ലേറ്റ് കേക്കൊക്കെ ഇഷ്ടമാണ്, പക്ഷെ എപ്പോഴും വാങ്ങിച്ചു കൊടുക്കില്ല. അപ്പം ഇന്ന് കടയിൽ പോയപ്പോൾ മറ്റേ ടീ കേക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വേണമെന്നാണ് ഈ പറഞ്ഞത്. ഇപ്പം ഫുഡ് കഴിക്കുന്ന ടൈം ആയിട്ടുണ്ട്. അപ്പോൾ അവന് അത് ചോറ് തീറ്റൊക്കെ ഭയങ്കര കുറവാണ്. നമ്മൾ ഏമിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ പിന്നെ ഫോം വേണം. എന്ത് കഴിച്ചാലും ഫോം വേണം. ഇപ്പം അങ്ങനെ അവിടെ പോയി കഴിഞ്ഞാലൊക്കെ മാറും. നോനു എന്ന് പറയേണ്ടത് കണ്ട, നോനു എന്ന് പറയേണ്ടതെന്ന് വെച്ചാൽ ഡിനോസറിനാണ് ഈ നോനു എന്ന് പറയണത്. ഡിനോസറിൻ്റെ കാർട്ടൂൺ വേണമെന്നാണ് ഈ പറയണത്. തരില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഫുഡ് കഴിക്കേണ്ട സമയം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. എന്താ പറയുക, നമ്മുടെ ഒരു കുഞ്ഞു ചാനലാണ്. നമ്മളത് വളർത്തിയെടുക്കാൻ മാക്സിമം പരിശ്രമിക്കും. അപ്പം എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ പരിശ്രമിക്കും. അപ്പം ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബൈ പറഞ്ഞേ. ബൈ.